എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് NRI അതുപോലെ തന്നെ മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം, അതായത് റിസർവേഷനുകൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരം, സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായിട്ട് നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായി പുതിയ ക്ലെയിമുകൾ, അത് നിങ്ങൾ നേരത്തെ NRIയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോട്ടകളുടെയോ റിസർവേഷൻ കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെ കൂട്ടിച്ചേർക്കുന്നതിനായിട്ടുള്ള അതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിൽ പ്രവേശിക്കണം. അതിനുശേഷം റിസർവേഷൻ ക്ലെയിം എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് NRI അതുപോലെ തന്നെ കാറ്റഗറി ക്ലെയിമുകൾ അല്ലെങ്കിൽ മൈനോറിറ്റി എന്നിവ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പുതുതായി ക്ലെയിമുകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ സാമുദായിക സംവരണം, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS കോട്ടയിലാണെങ്കിൽ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗങ്ങൾക്ക് അതുപോലെ തന്നെ എന്നിവർക്കുള്ള സീറ്റ്, അതുപോലെ തന്നെ NRI കോട്ട, മൈനോറിറ്റി കോട്ട എന്നിവ ആവശ്യമുള്ളവർ ആവശ്യമായിട്ടുള്ള അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതാണ്. അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ മറ്റൊരു അവസരം ലഭിക്കുന്നതല്ല. പുതുതായിട്ട് NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള 2024-25 അധ്യയന വർഷത്തെ സംസ്ഥാന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ പ്രവേശനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസിലെ വ്യവസ്ഥകളും ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും 27-ാം തീയതിയിലെ കീം അപേക്ഷാ സമർപ്പണം സംബന്ധിച്ച വിജ്ഞാപനവും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.